അങ്ങനെ വാലൻറ്റൈൻസ് ഡേ വന്നെത്തി. ജോസാന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി രാവിലെ നമ്മുടെ പൂന്തോട്ടത്തിലുള്ള എല്ലാ റോസാപ്പൂവും പറിച്ച് ഫാനിൻ്റെ മേളിൽ വെച്ചു. ആൾക്കത്ര ക്ലിക്കായില്ല. ഷർട്ടിൻ്റെ ഉള്ളിൽ കയറിയ റോസാപ്പൂവൊക്കെ ആയിരുന്നു അവളുടെ ശ്രദ്ധ. അങ്ങനെ ഞങ്ങൾ പാർട്ടി സ്ഥലത്തെത്തി. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇത്തവണ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ പാർട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെന്യൂവിലെത്തി കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തി. ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ സാധാരണ ഉണ്ടാവുന്ന ടൈമിങ് ഞങ്ങൾ എവിടെ എത്താൻ 1.5 മണിക്കൂർ ഇത്തവണ എടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തി. എല്ലാവരും വരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാം കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ പ്രോഗ്രാം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ശ്രദ്ധിച്ചത് എല്ലാവർക്കും ബലൂൺസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹാർട്ട് ആൻഡ് സിൽവർ ബലൂൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മളതെല്ലാം ഇങ്ങനെ പറപ്പിച്ച് വിടും. അപ്പം ലിയാമിനും വേണമെന്ന് പറഞ്ഞാൽ ലിയാൻ കുറേ വഴക്കിട്ടു. അപ്പോൾ അവനൊരു ബലൂൺ എടുത്ത് നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട് എന്തായാലും പോകില്ല. അപ്പോൾ ഞാൻ വിരലിങ്ങനെ കെട്ടിക്കൊടുത്തു. പക്ഷേ അതും പോയി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കരഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ ബലൂൺസ് എല്ലാം പറന്നു പോകുന്നു. വാലൻറ്റൈൻസ് ഡേ ദിനത്തിൻ്റെ ആഘോഷമായിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ലിയാമൊക്കെ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യം അവനും പറപ്പിച്ച് വിടുക ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ബലൂൺ വേണം, കുറച്ച് പിള്ളേരൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബലൂൺ വേണമെന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടേഴ്സ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കൂട്ടൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് ദഹിബെല്ല കൊണ്ടു തന്നു. നല്ല ദഹിബെല്ലയായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻ പലതരത്തിലുള്ളത്, ഫിഷ്, നമ്മുടെ മഷ്റൂം, ബ്രൊക്കോളി, വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്തോട്ട് എല്ലാ സ്റ്റാർട്ടേഴ്സും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് സ്റ്റാളിലോട്ട് ഇറങ്ങി. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ഫുഡ് സ്റ്റാളിൽ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ചീല ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പനീറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ദോശ പോലത്തെ സംഭവം, ചെറിയ നമ്മുടെ മിൻ ചട്നിയൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. അതും അടിപൊളിയായിരുന്നേ. അത് കഴിഞ്ഞ് 2 ഫാമിലിയുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കാൻ ലാസ്റ്റ് ഡിന്നർ കഴിഞ്ഞിട്ട് വരെ പിള്ളേർക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ട വന്നു. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. കപ്പിൾ ഡാൻസ് നല്ല രസമില്ലായിരുന്നു. ഒരു 5 മിനിറ്റ്സ് നീട്ടമുള്ളൊരു ഡാൻസായിരുന്നു. ഇപ്പോൾ ഒത്തിരി ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഓപ്പൺ ഡാൻസും ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അത് ഒരു 1/2 മണിക്കൂർ ഇരുന്ന് തിമിർത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയത്. ഭക്ഷണമൊക്കെ കണ്ടല്ലോ. അതെല്ലാം വയറ് നിറയെ കഴിച്ച് ഡെസേർട്ടും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ അവിടെ നിന്ന് ടാക്സിയിലാട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ തന്നെ തിരിച്ചു